Hi everyone, welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA USന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ടുള്ള സ്റ്റുഡന്റ് കാറ്റഗറി ആൻഡ് പ്രൊഫഷണൽ കാറ്റഗറിയെ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾ IMAയുടെ മെമ്പർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റുഡന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള മെമ്പർഷിപ്പ് ബെനിഫിറ്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആകുകയുള്ളൂ. സോ എന്താണ് സ്റ്റുഡന്റ് കാറ്റഗറി, എന്താണ് പ്രൊഫഷണൽ കാറ്റഗറി എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് CMA USന് മാത്രമുള്ള ഒരു മെമ്പർഷിപ്പ് ഫീസോ കാര്യങ്ങളോ അല്ല. ഏത് പ്രൊഫഷണൽ കോഴ്സ് എടുത്താലും CA ആണെങ്കിലും CP ആണെങ്കിലും ACC ആണെങ്കിലും എല്ലാ പ്രൊഫഷണൽ ബോഡീസും, ഈവൻ MBBSന്റെ പ്രൊഫഷണൽ ബോഡീസ് ആണെങ്കിൽ പോലും മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസും ആനുവൽ മെമ്പർഷിപ്പ് ഫീസും വാങ്ങാറുണ്ട്. സോ ഇത് CMA USന് മാത്രമായിട്ടുള്ളൊരു സ്പെസിഫൈഡ് കോസ്റ്റ് അല്ല എന്നുള്ളത് ആദ്യം തന്നെ ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് കാറ്റഗറീസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റുഡന്റ് കാറ്റഗറി. ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്നത് സ്റ്റുഡന്റ് കാറ്റഗറിയിലാണ്. അപ്പോൾ എന്താണ് സ്റ്റുഡന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ, IMA ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾ ഒരു UG അല്ലെങ്കിൽ PG കോഴ്സ് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റുഡന്റ് കാറ്റഗറി രജിസ്ട്രേഷൻ പോസിബിൾ ആണ്. ഇത് ഗ്ലോബലി ഉള്ള നിയമമാണ്. നിങ്ങൾ സ്വന്തമായിട്ട് IMAയുടെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ എഡ്യൂക്കേഷനിൽ നിങ്ങൾ കറന്റ് പർസ്യൂ ചെയ്യുന്ന, നോട്ട് ദ പോയിന്റ്, കറന്റ് പർസ്യൂ ചെയ്യുന്ന ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. സോ കറന്റ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് നിങ്ങൾ ഡേറ്റ IMAക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സ്റ്റുഡൻറ് കാറ്റഗറി മെമ്പർഷിപ്പ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ മെമ്പർഷിപ്പാണ് സ്റ്റുഡൻറ് കാറ്റഗറിയുടെ അണ്ടറിൽ കിട്ടുന്നത്. സോ നിങ്ങൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് 3 ഇയേഴ്സ് മെമ്പർഷിപ്പ് ആയിരിക്കും കിട്ടുന്നത്. സോ 3 വർഷത്തേക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3 വർഷത്തിനുള്ളിൽ പക്ഷേ നിങ്ങൾ എക്സാം എഴുതി പാസ്സായിരിക്കണം എന്നുള്ളതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ സ്റ്റുഡൻറ് കാറ്റഗറിയുടെ ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ് ഈ 3 ഇയർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രൊഫഷണൽ കാറ്റഗറിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ മെമ്പർഷിപ്പേ കിട്ടുന്നുള്ളൂ. എന്നാൽ സ്റ്റുഡൻറ് കാറ്റഗറിയിൽ 3 വർഷത്തെ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇനി കോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ സ്റ്റുഡൻറ് കാറ്റഗറിയിൽ ഏകദേശം ഇനിഷ്യൽ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു 1 ടൈം എൻട്രൻസ് ഫീ ഉണ്ട്, അതുപോലെ തന്നെ ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അറൗണ്ട് ഒരു 20,000 to 25,000 സ്റ്റുഡൻറ് കാറ്റഗറിയിലെ 3 ഇയർ മെമ്പർഷിപ്പിന് വരുന്നുള്ളൂ. 25,000 ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് എനിക്ക് എക്സാക്ട്ലി അറിയില്ല, എങ്കിലും അണ്ടർ 25,000 തന്നെ ആയിരിക്കും. എന്നാൽ ഇതേ സമയം പ്രൊഫഷണൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 3 ഇയർ കിട്ടുന്നില്ല. സോ 1 ഇയർ മെമ്പർഷിപ്പ് ആണ് കിട്ടുന്നത്. അവിടെ എൻട്രൻസ് ഫീയും രജിസ്ട്രേഷൻ ഫീയും എല്ലാം കൂടെ ചേർത്ത് അറൗണ്ട് 30,000 അടുത്ത് വരുന്നുണ്ട്. സോ 30,000 അടുത്ത് വരുന്നുണ്ടെന്ന് മാത്രമല്ല, അത് 1 വർഷത്തേക്കേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. സോ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾ വീണ്ടും ആ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യേണ്ടി വരും. ആ റിന്യൂ ചെയ്യാനും ഏകദേശം 20,000 to 25,000 അടുത്ത് പേയ്മെന്റ് വരുന്നുണ്ട്. സോ ആ ഒരു കോസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്റ്റുഡൻറ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 3 വർഷത്തേക്കുള്ള ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് വെറും 20,000 to 25,000 അടുത്തേ വരുന്നുള്ളൂ. മറ്റേടത്ത് നിങ്ങളത് ഓരോ ഇയറിലെ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ മോർ ദാൻ 50,000 അടുത്ത് പ്രൊഫഷണൽ കാറ്റഗറിയിൽ കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി എക്സാം ഫീസിന് ഡിഫറൻസ് ഉണ്ട്. സ്റ്റുഡൻറ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, സ്വന്തമായിട്ട് ചെയ്താലല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഗെയിൻ 20,000 to 25,000 ഇടയ്ക്കായിരിക്കും എക്സാം ഫീസ് വരുന്നത്. എന്നാൽ ഇതേ ആൾ തന്നെ പ്രൊഫഷണൽ കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിൽ എക്സാം ഫീസ് 30,000 മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, തീർച്ചയായിട്ടും പോകുന്നുണ്ട്. ഇനി ഡിസ്കൗണ്ട് ഇല്ലാതെയുള്ള ഫീസ് എടുത്തു കഴിഞ്ഞാലും IMAയുടെ വെബ്സൈറ്റിൽ സ്റ്റുഡൻറ് കാറ്റഗറിക്കുള്ള ഫീസ് എന്ന് പറയുന്നത് $370 ആണ്. ഈ $370 അഗെയിൻ നമ്മുടെ നാട്ടിൽ ഇന്റർനാഷണൽ GST കൂടെ അപ്ലൈഡ് ആകുമ്പോൾ അത് 400 മുകളിൽ പോകുന്നുണ്ട്. ഇനി പ്രൊഫഷണൽ കാറ്റഗറിയിലെ ഡിസ്കൗണ്ട് ഇല്ലാത്ത ഫീസ് നോക്കുകയാണെങ്കിൽ അത് മോർ ദാൻ 400 ആണ് ഇനിഷ്യൽ ഫീസ്. പ്ലസ് GST കൂടെ വരുമ്പോഴേക്കും അത് $500 മുകളിൽ പോകുന്നുണ്ട്. സോ ഏകദേശം ഒരു 8,000 മുതൽ 14,000 രൂപയ്ക്ക് അടുത്ത് വരെ വ്യത്യാസം എക്സാം ഫീസിൽ ഈ 2 കാറ്റഗറീസ് തമ്മിലുണ്ട്. സോ കോസ്റ്റ് നോക്കുമ്പോഴും ബെനിഫിറ്റ്സ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റുഡൻറ് കാറ്റഗറിയാണ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ചത് എന്നുള്ളത്. ഇനി പ്രൊഫഷണൽ കാറ്റഗറി ആക്ച്വലി ആർക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും കരിയർ ഹൈറാർക്കിയിൽ ഉയർന്നു പോകാൻ വേണ്ടിയിട്ടുമൊക്കെ CMA US കോഴ്സ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ് IMA പ്രൊഫഷണൽ കാറ്റഗറി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഇന്ത്യൻ IMA, നോട്ട് ദ പോയിന്റ്, ഇന്ത്യൻ IMA ഈ സ്റ്റുഡൻറ് കാറ്റഗറി റെഗുലേഷൻ അത് ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നു. 2022 മുമ്പ് വരെ നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഒരു PG കോഴ്സ് ചെയ്താലോ, ഡിസ്റ്റൻ്റ് ആയിട്ട് UG കോഴ്സ് ചെയ്താലോ, ഓൺലൈൻ കോഴ്സ് ഒക്കെ ചെയ്താലോ നിങ്ങൾക്ക് സ്റ്റുഡൻറ് കാറ്റഗറി ആയിട്ട് ഡയറക്റ്റ്ലി രജിസ്റ്റർ ചെയ്യാമായിരുന്നു. അതിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2022 ഇവരൊരു വിയേർഡ് ആയിട്ടുള്ള നിയമം കൊണ്ടുവന്നു. റെഗുലർ ആയിട്ട് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾ മാത്രമേ സ്റ്റുഡൻറ് കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഈ റെഗുലർ എന്ന വാക്ക് പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം UGC
യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ടുള്ള പഠനം റെഗുലറിന് തുല്യമാണെന്നാണ്. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്, നമുക്ക് കോഴ്സുകൾ ചെയ്യാം, ഓൺലൈൻ എക്സാംസ് ആണ്, അതിനെ റെഗുലർ ആയിട്ട് തന്നെയാണ് UGC കൺസിഡർ ചെയ്യുന്നത് നിയമമൊക്കെ ഉണ്ട്. ബട്ട് എന്തായാലും ഇന്ത്യൻ IMA പറയുന്നത് അങ്ങനെയുള്ള ഓൺലൈൻ ആണെങ്കിലും ഡിസ്റ്റൻ്റ് ആണെങ്കിലും അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, സ്റ്റുഡൻറ്റ് കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. എങ്കിലും നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് കാറ്റഗറി കൊടുക്കാറുണ്ട്. മേ ബി അറ്റ് സ്റ്റുഡൻസ് റിസ്ക്, അവരുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ എടുത്തോ, പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. സോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ, സ്റ്റുഡൻറ്റ് കാറ്റഗറി എടുക്കാൻ പറ്റാത്തവരൊക്കെ പ്രൊഫഷണൽ കാറ്റഗറിയാണ് ഒബ്വിയസ്ലി എടുക്കേണ്ടി വരുന്നത്. ഇതിനിടയിൽ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള എന്നാൽ ഡിഗ്രിയോ PGയോ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവരാണല്ലോ മെജോറിറ്റി ആൾക്കാരും ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് കാറ്റഗറി നിലവിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. സോ പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ എന്താണ്, ഓൾറെഡി ശമ്പളമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത്രയും വലിയ ഫീസ് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് പഠിക്കുന്ന ആൾക്കാരൊന്നും ശമ്പളമുള്ളവരല്ല, ജോലിക്ക് വേണ്ടി താല്പര്യം കാണിച്ച് പഠിക്കാൻ വരുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് ഒരിക്കലും പ്രൊഫഷണൽ കാറ്റഗറി എന്ന് പറയുന്നത് അഫോർഡബിൾ അല്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻറ്റ് കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു ഓപ്ഷൻ തരികയാണ്. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിക്കോട്ടെ, എന്ത് രീതിയിലാണെങ്കിലും അവർ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റ് കാറ്റഗറി മെമ്പർഷിപ്പ് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്